സാറേ ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ചാൻസ് എൻ്റെ തമാശ പറയല്ലേ സാറിനറിയാം. ഇത്രയും വലിയ ഡയറക്ടർ എന്നെ നായകനാക്കുന്നത് പറയുമെന്ന് പറയാം സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത്. അനുഭവങ്ങളുണ്ടാവണം, അല്ലാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതെല്ലാം പെട്ടെന്ന് പോകുമെന്ന് പറയട്ടില്ലേ. ഞാൻ അനുഭവങ്ങളിലൂടെ വന്ന ഒരാളാണ്. ഞാൻ സാറിൻ്റെ കൂടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞാൻ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, ആൽബം അഭിനയിച്ചിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൂനിയർ ആയിട്ട് അഭിനയിച്ച കഥകൾ ഒരുപാടാണ്. ഞാൻ 2 മാസം ഒരു സ്ഥലത്ത് കിടന്ന് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ടേ കിട്ടുള്ളൂ, ഒരു ഡയലോഗ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ജേണിയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറേ കഴിയുമ്പോൾ കുറേ അമ്മാവൻ്റെ കൂടെ അഭിനയിച്ചു, തസ്കരവില്ലിനെ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തു വന്ന ചെറിയ ചെറിയ പരിപാടികളിൽ വന്ന് ഞാൻ ചെറിയ പടങ്ങൾ എന്നല്ല, സിനിമയിൽ അഭിനയിച്ചു. എനിക്ക് ഫിലിമിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്, ആ സൗണ്ട് കേൾക്കാൻ പറ്റിയിട്ടുണ്ട്, അതിൽ ഡിജിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര പ്രായമുണ്ടെന്നൊന്നും വിചാരിക്കരുത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. നമുക്ക് ആ ഒരു കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എത്തിയപ്പോൾ ഇങ്ങനെ എത്തി ദൈവം കാലത്ത് വലിയൊരു ഡയറക്ടർ പടം സാറിൻ്റെ കൂടെ എത്താൻ പറ്റി. ഞാൻ സാറിനോട് ചോദിച്ചത്, എനിക്ക് ഒരുപാട് വർഷം പരിചയമുള്ളതാണ് സാറെ, എനിക്കറിയാം. സാറിനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ശല്യം ചെയ്യും, സാറേ ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ചാൻസ് എൻ്റെ തമാശ പറയല്ലേ സാറിനറിയാം. കാർത്തികത്തിൻ്റെ ഇതിൻ്റെ സമയത്ത് സാറിനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അനൗൺസ് ചെയ്തത് എങ്ങനെ എനിക്ക് കയറി പറ്റുള്ളൂ. അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. അപ്പോൾ എനിക്ക് ആ ഒരു ബന്ധം ഞാൻ മിസ്യൂസ് ചെയ്തെന്നല്ല പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് പ്രൊഡ്യൂസർ ഓഫർ ചെയ്തപ്പോൾ ഞാൻ സാറിനെ അപ്രോച്ച് ചെയ്തിരുന്നു, സാറെ നമുക്കൊരു സ്ക്രിപ്റ്റ് വേണം ഇങ്ങനെയാണ്. അപ്പോൾ സാറിനെ വിളിച്ചു. പിന്നെ സാർ എന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾ സംസാരിച്ചു. സാറ് അഷ്കറെ സ്ക്രിപ്റ്റൊക്കെ നമ്മൾ റെഡിയാക്കാം, ഒരു പണി ചെയ്താലോ, പ്രൊഡ്യൂസർ ഓക്കെ ആണെങ്കിൽ ഞാൻ അഷ്കറിനെ വെച്ച് നായകനാക്കാന്ന് പറഞ്ഞു. കിളി പോയില്ലേ മക്കളെ, ഇത്രയും വലിയ ഡയറക്ടർ എന്നെ നായകനാക്കുന്നത് പറയുമെന്ന് പറയാം സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നത്. അതൊക്കെ അങ്ങനെ നടന്ന്, അതാണ് നമ്മൾ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ. ഞാൻ ഒരുപാട് അനുഭവിച്ചു, ഞാനെന്നല്ല എല്ലാ മനുഷ്യരും അനുഭവിച്ച് കഷ്ടപ്പെട്ട് വരുമ്പോൾ നമുക്കൊരു വിജയം ഉണ്ടായാലും നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. എല്ലാവരും കഷ്ടപ്പാടാണ്. അപ്പോൾ അങ്ങനെ DNA എത്തിയിരിക്കുന്നു, വലിയൊരു ദൈവാനുഗ്രഹം, ഭയങ്കര സന്തോഷം.